ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് അടിപൊളി വഴുതനങ്ങ ഫ്രൈ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ വഴുതനയൊക്കെ ഞാൻ നന്നായി കഴുകി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കെല്ലാം ഇതുപോലെ ഞാനിവിടെ ഒരു 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് നമുക്കൊരു ബൗളിലാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം അടുത്ത് എത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പകുതി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേന് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോഴത്തേന് വഴുതന ഫ്രൈ ഒക്കെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കാലത്ത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനൊക്കെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വഴുതന ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ മക്കൾക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ മക്കൾക്കും കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാവും. ചില മക്കൾ വഴുതനയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.